ഹായ് ഫ്രണ്ട്സ്, എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ പോകുന്ന റെസിപ്പി കക്ക ഇറച്ചി കറിയാണ്. ഇനി നമുക്കൊരു ചെമ്പെടുത്ത ചെമ്പിലേക്ക് കക്ക വേവിക്കാനിടാം. ഇങ്ങനെ വെന്ത് വന്ന കക്ക ഇറച്ചി നമുക്ക് തൊണ്ട് കളഞ്ഞ് മാറ്റി നല്ല ക്ലീൻ ചെയ്തെടുത്ത് മാറ്റി വെക്കാം. ഇനി നമുക്ക് അരപ്പ് തയ്യാറാക്കാം. ഇനി ഒരു മിക്സിയുടെ ജാറെടുത്ത് ഇതിലേക്ക് നമുക്ക് അരമുറി തേങ്ങ ചിരവിയതും 8 ചുവന്നുള്ളി അരിഞ്ഞതും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ മുളക് പൊടിയും 1/4 കപ്പ് വെള്ളവും ചേർത്ത് നമുക്ക് നന്നായി ഒന്ന് അരച്ചെടുക്കാം. നല്ല ഫൈനായിട്ട് വേണം ഇത് അരച്ചെടുക്കാൻ. ഇനി ഇത് മാറ്റി വെക്കാം. ഇനി നമുക്കൊരു ചട്ടി എടുത്ത് അത് ചൂടാവുമ്പോൾ ഇതിലേക്ക് നമുക്കൊരു മീഡിയം സൈസ് തക്കാളി അരിഞ്ഞതും 5 പച്ചമുളക് നടുകീറിയതും നമ്മുടെ അരപ്പും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 2 തണ്ട് കറിവേപ്പിലയും 1/2 ടീസ്പൂൺ ഉപ്പും 1 നാരങ്ങ വലിപ്പത്തിലുള്ള പുളി പിഴിഞ്ഞ് അരിച്ച് മാറ്റിയതാണ് ഇത് ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം. നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് കഴുകി ക്ലീൻ ചെയ്ത് മാറ്റി വെച്ചുള്ള നമ്മുടെ കക്ക ഇറച്ചി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇത് നന്നായി ഒന്ന് ഇളക്കിയതിന് ശേഷം അടച്ച് വെച്ച് ഒരു അരമണിക്കൂർ വേവിക്കാം. മീഡിയം ഫ്ലെയിമിലിട്ട് വെന്ത് വന്ന നമ്മുടെ കക്ക ഇറച്ചി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് താളിക്കാം. അതിനായി നമുക്കൊരു കടായി എടുത്ത് വെച്ച് ഇതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ ഇതിലേക്ക് 2-3 ചുവന്നുള്ളി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ചുവന്നുള്ളി മൂത്ത് വരുമ്പോൾ ഇതിലേക്ക് നമുക്ക് 2 തണ്ട് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നമുക്ക് കറിയിലേക്ക് ഒഴിച്ചൊന്ന് താളിക്കാം. എൻ്റെ കക്ക ഇറച്ചിക്കറി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും. നിങ്ങളിത് തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കണേ. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണേ.